പ്രൈസ് ദ ലോർഡ്. റോയൽ കാൽവരി യൂട്യൂബ് ചാനലിൽ കൂടെ ആൻറ്റി ശ്രദ്ധിക്കുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഞാൻ നിങ്ങളുടെ സുജി ആൻറ്റി. ഇന്ന് നല്ലൊരു കഥയുമായിട്ടാണ് ആൻറ്റി നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. കഥ കേൾക്കാൻ കുഞ്ഞുമക്കൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണെന്ന് ആൻറ്റിക്ക് അറിയാം. അതുകൊണ്ടാണ് ഇന്ന് മുതൽ ഈ ചാനലിൽ കൂടെ ആൻറ്റി ഒരുപാട് കഥകളുമായി എല്ലാ ആഴ്ചയും നിങ്ങളുടെ മുൻപിൽ വരുന്നത്. ഓക്കേ, ഇന്ന് എന്ത് ദിവസമായിരുന്നു? വ്യാഴാഴ്ച ദിവസമായിരുന്നല്ലേ. ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നല്ലോ. എല്ലാവരും ക്ലാസ്സിൽ കയറിയോ? പഠിച്ചോ? നോട്ട്സ് എല്ലാം എഴുതിയോ? 2 കുട്ടിക്കുറുമ്പന്മാർ എഴുതിയിട്ടില്ലല്ലോ. അവന്മാർ അവിടെ ഒളിച്ചിരിപ്പുണ്ടല്ലോ. എല്ലാം മമ്മിയെ കൊണ്ട് ചെയ്യിപ്പിക്കാനിരിക്കുന്നവർ. യേശപ്പച്ചന് ഇഷ്ടമല്ല അങ്ങനെയുള്ള കുട്ടികളെ. എല്ലാം നന്നായിട്ട് ചെയ്യുന്ന കുട്ടികളെ യേശപ്പന് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പാൽ കുടിക്കുന്ന എന്തിനാ? നമ്മൾ വളരാൻ അല്ലേ? നമ്മൾ പാൽ കുടിക്കുമ്പോൾ മമ്മിയാണോ വളരുന്നത്? അല്ലല്ലോ. നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ നല്ല ബുദ്ധിയും ശക്തിയൊക്കെ ഉണ്ടാവും, വലിയ ആൾക്കാരായിട്ട് മാറും. അതുകൊണ്ട് നമ്മൾ തന്നെ എഴുതണം കേട്ടോ. ഓക്കെ, പിന്നെന്താ ചെയ്തു? ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പോയില്ലേ? മാസ്കുകളൊക്കെ വെച്ചോണ്ടാണ് പോയത്. എല്ലാവരും മാസ്ക് വെച്ചോണ്ടാണല്ലോ പോയേ. മിടുക്കര്. കാരണം എന്താ? കൊറോണ കാലം. നമ്മൾ വെളിയിൽ പോകുമ്പോൾ മാസ്കുകളൊക്കെ വെച്ചോണ്ട് വേണം പോകാൻ. പോയിട്ട് വന്നു കഴിയുമ്പോൾ സോപ്പിട്ട് നല്ല പതപ്പിച്ച് 20 സെക്കൻഡ് കൈ കഴുകണം. ഓക്കെ. ആൻറ്റി ഇന്ന് എവിടെ നിന്നാ കഥ പറയുന്നതെന്നറിയാമോ? വിശുദ്ധ ബൈബിളിലെ സുവിശേഷ ഭാഗങ്ങളിൽ നിന്ന്. എവിടെ നിന്നാണ്? വിശുദ്ധ ബൈബിളിലെ സുവിശേഷ ഭാഗങ്ങളിൽ നിന്ന്. എത്ര സുവിശേഷം ഉണ്ടെന്നറിയാമോ? ഒരാൾ പറഞ്ഞല്ലോ 4 സുവിശേഷം. അവനൊരു കാപ്പ് കൊടുത്താലോ? മിടുക്കൻ. 4 സുവിശേഷം ഉണ്ടല്ലേ. ഏതൊക്കെയാണെന്നറിയാവോ? ആൻറ്റി ഒന്ന് പറഞ്ഞു തരട്ടെ. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഏതൊക്കെയാണ്? മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. പെട്ടെന്ന് പഠിച്ചല്ലോ. സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വർത്തമാനം. നല്ല വർത്തമാനം ആരാണ്? യേശുക്രിസ്തു. ദാവീദിൻ്റെ സന്തതിയായി പിറന്ന യേശുക്രിസ്തു. യേശുക്രിസ്തുവിനെക്കുറിച്ച് കുഞ്ഞുമക്കൾക്ക് എന്തെല്ലാം അറിയാം? യേശുക്രിസ്തു സ്വർഗത്തിലിരുന്ന ദൈവമായിരുന്നു. മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്തി തീർക്കുവാൻ മനുഷ്യവേഷത്തിൽ അവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു അല്ലേ. പങ്കപ്പാടുകളും ക്രൂശ് മരണവും വഹിച്ച് അവൻ മരിച്ചു, അടക്കപ്പെട്ടു. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നേക്കും ജീവിക്കുന്നു. ഇനിയും അവൻ നമ്മളെ ചേർക്കുവാനായിട്ട് കടന്നു വരും. അതാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത്. യേശുക്രിസ്തു ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്തെന്നറിയാവോ? കുഞ്ഞുമക്കൾക്ക് അറിയാവോ? അതിനെക്കുറിച്ചൊക്കെയാണ് ആൻറ്റിക്ക് കുഞ്ഞുമക്കളോട് പറഞ്ഞു തരാനുള്ളത്. അതുകൊണ്ടാണ് ആൻറ്റി നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. ഇഷ്ടമല്ലേ? ഓക്കെ, വെരി ഗുഡ്. ആൻറ്റി ഇന്ന് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് കഥ പറയുന്നത്. ഏതാണ്? മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. എല്ലാവരും ഒന്ന് വായിച്ച് നോക്കിയേക്കണേ. ആൻറ്റീന് വലിയ പൊട്ടക്കഥയാണോ പറയുന്നതെന്നൊന്ന് സെർച്ച് ചെയ്യാമല്ലോ. ഓക്കെ. യേശുവിൻ്റെ അമ്മയുടെ പേര് മറിയ എന്നായിരുന്നു. എന്താണ്? മറിയ. മറിയയെ വിവാഹം ചെയ്യാൻ ഉറച്ചിരുന്ന ആളായിരുന്നു ദാവീദ് ഗൃഹത്തിലുള്ള യോസെഫ്. ആരാണ്? ദാവീദ് ഗൃഹത്തിലുള്ള യോസെഫ്. വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം ഒരു ദിവസം യോസെഫ് കിടന്നുറങ്ങിയായിരുന്നേ. അപ്പോൾ ഉറക്കത്തിൽ നല്ലൊരു സ്വപ്നം കണ്ടു. കുഞ്ഞുമക്കൾ സ്വപ്നം കാണാറുണ്ടോ? സ്വപ്നം കാണുന്ന ഇഷ്ടമാണോ? ചില സ്വപ്നങ്ങൾ കാണുമ്പോൾ പേടി വരുമല്ലേ. ചില സ്വപ്നങ്ങൾ നല്ല സ്വപ്നങ്ങളായിരിക്കും. യോസെഫ് കണ്ടത് നല്ലൊരു സ്വപ്നമായിരുന്നു. താൻ എന്താ കണ്ടതെന്നറിയാമോ? ദൈവത്തിൻ്റെ ഒരു ദൂതനെ. ദൈവത്തിൻ്റെ ദൂതനെ കണ്ടു കഴിഞ്ഞപ്പം യോസെഫിന് വലിയ സന്തോഷമായേ. ദൂതൻ വന്നിട്ട് യോസെഫിനോട് ഇങ്ങനെ പറയുകയാണ് ഉറക്കത്തിൽ,
ദാവീദിന്റെ മകനായ യോസെഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവൾ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൻ തൻ്റെ ജനങ്ങളെ അകൃത്യങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കെ കൊണ്ട് അവന് യേശു എന്ന് പേർ വിളിക്കണമെന്ന് പറഞ്ഞു. ഓ, പെട്ടെന്ന് തന്നെ യോസേഫ് ഞെട്ടി എണീറ്റു, അന്താളിച്ചു പോയി. ഇതെന്തൊരു സ്വപ്നമെന്ന് വിചാരിച്ചു. പക്ഷേ യോസേഫിനെ നല്ലവണ്ണം ദൈവജനം അറിയായിരുന്നേ. യോസേഫ് പണ്ട് പഠിച്ചതായ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ വചനം ഓർത്തു. അവിടെ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. കുഞ്ഞുമക്കളെന്ന് പറഞ്ഞേ, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഇത് കേട്ടപ്പം യോസേഫിന് വലിയ സന്തോഷം. ആ പ്രവചനം പൂർത്തിയായതാണല്ലോ എന്നുള്ള ചിന്ത യോസേഫിന് കടന്നു വന്നു. യോസേഫ് നല്ല അനുസരണമുള്ളവനായിരുന്നു. ദൈവവചനം എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ മനസ്സുള്ളവരായിരുന്നു. കുഞ്ഞുമക്കൾ എങ്ങനെയാണോ? നമ്മുടെ അച്ഛന്മാരും പാസ്റ്റേഴ്സും ഒക്കെ പറയുമ്പോൾ നിങ്ങൾ അനുസരിക്കുമോ? അനുസരിക്കണം. യോസേഫ് കണ്ടോ, പെട്ടെന്ന് തന്നെ അനുസരിപ്പാനായിട്ടിടയായി തീർന്നു. നമ്മൾ നമ്മുടെ പപ്പായും മമ്മിയും പറയുന്ന അനുസരിക്കണം, നമ്മുടെ ടീച്ചേഴ്സ് പറയുന്ന അനുസരിക്കണം, നമ്മുടെ ചേച്ചിമാരെ അച്ചാച്ചന്മാരെ എല്ലാം അനുസരിക്കണം. മുതിർന്നവരെ നമ്മൾ ബഹുമാനിക്കണം. അത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് യേശുവിൻ്റെ അനുഗ്രഹം നമുക്ക് കൂടുതലായിട്ടുണ്ടാകുന്നത്. യോസേഫ് ദൂതൻ പറഞ്ഞതുപോലെ തൻ്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊണ്ടു. ശിശു ജനിച്ചു കഴിഞ്ഞപ്പോൾ യേശു എന്ന് പേർ വിളിച്ചു. ഇനി ഇതിൻ്റെ ബാക്കി കഥ ആൻറ്റി അടുത്തയാഴ്ച പഠിപ്പിക്കുന്നത്. കുഞ്ഞുമക്കൾക്ക് വേണ്ടി ആൻറ്റി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. കണ്ണൊന്നര അടച്ചാട്ടെ, കൈകൂപ്പി നിന്നേ. ആൻറ്റി പറയുന്ന പ്രാർത്ഥന എന്നോടുകൂടി ഒന്ന് ഏറ്റു പറയണേ. ഓക്കേ. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനം പഠിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അങ്ങയെ സ്നേഹിക്കുവാനും പിൻപറ്റുവാനും ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ അവിടുന്ന് കാത്തുരക്ഷിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. അടുത്ത ആഴ്ചയും ആൻറ്റിയുടെ കഥ കേൾക്കാൻ വരണേ, റോയൽ കാൽവരി യൂട്യൂബ് ചാനലിൽ കൂടെ. അതുവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയിലും സമാധാനത്തിലും എൻ്റെ കുഞ്ഞുമക്കളെ ദൈവം കാക്കുമാറാകട്ടെ എന്ന് ആൻറ്റി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.